സാറേ എന്താണോ എനിക്ക് ചെവി കേൾക്കാം. എനിക്കൊരു വരുമാന നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ മഞ്ഞത്തേക്ക് കയറിയിട്ട് കാര്യമുണ്ടോ? സാറേ തൊഴിലിനാമോചനത്തിന് നിങ്ങൾ ആദ്യം പോയി അക്ഷയെന്ന് ആ മറ്റേ അപ്ലിക്കേഷനൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിയിട്ട് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോവാ. എന്നിട്ട് ഞാനത് ശരിയാണെങ്കിൽ ഞാൻ ഫില്ല് വെച്ച് തരാം. സാറേ അക്ഷയ ചെന്നിരുന്നു. എന്റെ പൊന്നു സുഹൃത്തെ, എനിക്കിവിടെ ജോലി ഒരുപാടുണ്ടെന്ന് ഈ പറഞ്ഞ മനസ്സിലാവാത്തത് എന്താണ്? നിങ്ങളൊന്ന് പോകാമോ? സാറേ റേഷൻ കാർഡ് നിങ്ങളുടെ റേഷൻ കാർഡ് പണത്തിന് മേലെ പറന്നും പറക്കില്ല, പണത്തിന് മേലെ പറക്കില്ല. ചില ആളുകൾ എന്താണെന്നറിയോ, ഇതൊന്നുമില്ലാതെ ഇങ്ങോട്ട് വരും. അതാണ് മന്മതാ സാർ. ആ ഇൻകം സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടോ? അല്ല, അത് സാറിന്റെ മേശയിൽ ഉണ്ടാവുമല്ലോ. ആഹാ, ഇവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ എഴുതാൻ പുറത്തവിടെ ആളുകൾ ഇരിപ്പുണ്ട്. അവരെ കൊണ്ട് എഴുതിച്ചിട്ട് വരേണ്ടതാണ്. അപ്പൊ ഞാൻ തന്നെ ചെയ്തു തരാണ്. പുറത്താളുകൾ പറഞ്ഞു സാറ് വളരെ ഉപകാരിയാണ്, നല്ല വില്ലേജ് ഓഫീസറാന്ന് പറഞ്ഞു. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം, അത്രേ ഉള്ളൂ. കുടുംബത്തിൽ അംഗസംഖ്യ 5 പേര്. വിദേശത്ത് ജോലിയുള്ള ആളുകളുണ്ടോ? ഒരാളുണ്ട് സാറേ. ആരാത്? എന്റെ സുഹൃത്താണ്. നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ എഴുതാൻ പറ്റും. ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. വേറെ വാടകയില്ല, മറ്റിനും ആകെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ പൈസ വളരെ കുറച്ച് എഴുതുന്നുള്ളൂ കേട്ടോ. അപ്പൊ എവിടെ സ്റ്റാമ്പ് എടുക്കും? കോട്ടൺ സ്റ്റാമ്പ് വേണം. സ്റ്റാമ്പ് മേടിച്ചില്ല സാറേ. മേടിച്ചില്ല അല്ലേ? ഞാൻ മേടിച്ചിട്ട് വേണം. എല്ലാം ഇവിടെ ഉണ്ട്, എല്ലാം ഇവിടെ ഇത്രയേ ഉള്ളൂ പണി. ഇനി സന്തോഷായില്ലേ? ഇത്രയേ ഉള്ളൂ. ഇത്രയും നല്ല സാറിനാണ് ആളുകൾ അതും ഇതൊക്കെ പറഞ്ഞ കൈക്കൂലിക്കാരനാണ്. അയ്യോ സാറേ, വീട്ടിൽ നിന്ന് വന്നപ്പോ റേഷൻ വാങ്ങാനുള്ളൊരു 300 രൂപയില് ഇരുന്ന് ഇനി ഇവിടെ വല്ലയിടത്തും വീണാന്നാവും. 300 രൂപയെ ഇല്ലിരിപ്പുണ്ടായി അവിടെ വല്ലയിടത്തും വീണാന്നോക്കെ സാറേ. സാറിനടുത്തപ്പേ ഇല്ല കിടക്കും ഇല്ലേ എന്താ എന്റെ സാറേ റേഷൻ വാങ്ങേണ്ട കാശാണ് സാറേ. കൊണ്ടുപോ. 5-6 കൂടി ഉണ്ടല്ലോ സാർ. ആളെ കിടന്നോട്ടെ, അരികെട്ടിൽ എത്തിയില്ലേ? അതോ റേഷൻ വാങ്ങേണ്ടതാണ്. ഇയാൾ പോണോ?